ലഹരിക്കെതിരെ സ്കൂളുകളിൽ സൂംബ ഡാൻസ് എന്ന സർക്കാർ നിർദ്ദേശത്തിൽ വിയോജിപ്പും പ്രതിഷേധവും രേഖപ്പെടുത്തി അധ്യാപകനും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറിയുമായ ടി.കെ. അഷറഫ് ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് വലിയ രീതിയിൽ വിവാദമായിരിക്കുകയാണ്, ചർച്ചയായിരിക്കുകയാണ്. ആൺകുട്ടികളും പെൺകുട്ടികളും കൂടിക്കലർന്ന് അല്പവസ്ത്രം ധരിച്ച് മ്യൂസിക്കിന്റെ താളത്തിൽ തുള്ളുന്ന സംസ്കാരം പഠിക്കാൻ താനോ മകനോ ഈ പരിപാടിയിൽ പങ്കെടുക്കില്ല എന്നാണ് ടി.കെ. അഷറഫിന്റെ നിലപാട്. ഗൂഢനീക്കം പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് സമസ്തയും രംഗത്തെത്തിയിട്ടുണ്ട്. സൂംബ വേണ്ട എന്ന നിലപാടിനോട് യോജിച്ചും വിയോജിച്ചും രക്ഷിതാക്കളും അധ്യാപകരും യുവജന സംഘടനകളും ഒക്കെ രംഗത്തെത്തുകയും ആ പ്രതികരണങ്ങൾ പ്രേക്ഷകർ കാണുകയും ചെയ്യുന്നുണ്ടാകും. ഈ വിഷയം വലിയ ചർച്ചയായിരിക്കുന്ന പശ്ചാത്തലത്തിൽ എന്താണ് ജനങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്ന പ്രതികരണം ഞങ്ങൾ ജനങ്ങളിൽ നിന്ന് തേടിയിരുന്നു. ചില പ്രതികരണങ്ങൾ കാണാം ഇനി. ആദ്യം തന്നെ ഈ സൂംബനെ ഫസ്റ്റ് കാര്യം, സൂംബയെക്കുറിച്ച് അവെയർ അല്ലാത്ത ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഇതിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർ. കാരണം വെച്ചാൽ സൂംബയും ഒരു വസ്ത്രധാരണവും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിട്ട് ഒരു ബന്ധവും ഇല്ല ഫസ്റ്റ് ഓഫ് ഓൾ. കാരണം വെച്ചാൽ സൂംബ എന്ന് പറഞ്ഞ ഒരു ഫിറ്റ്നസ് പ്രോഗ്രാമാണ്. നമുക്ക് കംഫർട്ട് അനുസരിച്ചിട്ടുള്ള വസ്ത്രധാരണ രീതിയാണ് സുംബയ്ക്ക് ഏറ്റവും അനുയോജ്യം. നമ്മളിപ്പോൾ ഇത് കാണുന്ന ഒരുപാട് പേര് വെസ്റ്റേൺ ടൈപ്പ് പുറമേ ഉള്ള വസ്ത്രധാരണ രീതികളാണ് കാണുന്നത്. അതുകൊണ്ടായിരിക്കും തെറ്റായ ധാരണകൾ പലരിലും വരുന്നത്. പക്ഷേ നമുക്ക് കംഫർട്ട് അനുസരിച്ചുള്ള ലൂസായിട്ടുള്ള ഇതിൽ ഇട്ടിട്ട് പിന്നെ ഓരോരുത്തരുടെ ചോയ്സാണ്, അവരുടെ ഇഷ്ടങ്ങൾ അനുസരിച്ചിട്ടാണ് ഓരോരുത്തർ ഡ്രസ്സ് ഇടുന്നത്. അതിപ്പോൾ സുംബ എന്നല്ലെങ്കിലും നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സിലാണ് നമ്മൾ പലരും ചൂസ് ചെയ്യുന്നത്, അല്ല. അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള, ഇനി അത് യൂസ് ചെയ്യാൻ പറ്റാത്ത ആളുകൾ ചുരിദാറോ എന്ത് വേണമെങ്കിൽ ഇട്ടോട്ടെ നമ്മൾ പറയാറുണ്ട്. ഇങ്ങനെ നിർബന്ധം പിടിക്കാറില്ല, ഇന്ന ഡ്രസ്സ് തന്നെ വേണമെന്ന് നിർബന്ധം പിടിക്കാറില്ല. അവർക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ധരിക്കാം. ഈ ബ്രത്തബിൾ ആയിരിക്കണം, കോൺഫിഡൻ്റ് ആയിരിക്കണം. ഒരു ആശയം നടപ്പിലാക്കുമ്പം അതെല്ലാവരും ഉൾക്കൊള്ളുന്ന രൂപത്തിലുള്ള ആശയമാവണം എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ച കൺസേൺ എന്നുള്ളത്. അപ്പോൾ അതിനോട് യോജിക്കാത്ത ആളുകളുണ്ടാകാം. അതിൻ്റെ പിന്നിൽ അവർ ഈ പറയുന്ന രൂപത്തിൽ ഇടകലരിൽ വിഷയം ഉണ്ടാകാം. എന്താണെങ്കിലും അങ്ങനെ ഒരു പാരൻസ് കൺസേൺ അറിയിക്കുന്നുണ്ട് എങ്കിൽ അതിനെ പരിശോധിക്കാൻ, അവരെ കൂടി ചേർത്ത് പിടിക്കാനുള്ള ഒരു രീതി സർക്കാർ ചെയ്യേണ്ടതിരുന്നു.